പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് ഇന്നത്തെ കലുഷിതമായ ജീവിത സാഹചര്യത്തിൽ നാം ഏവരും ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ലിനെ കുറിച്ചാണ്. എന്താണെന്നോ? മനസാന്നിധ്യം അഥവാ പ്രസൻസ് ഓഫ് മൈൻഡ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം ഒരു പ്രതിസന്ധി ഘട്ടത്തെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ വളരെ ശാന്തതയോടുകൂടി സമീപിക്കുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ഉള്ള കഴിവിനെയാണ്. ഇതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നല്ല ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും അതോടൊപ്പം എമോഷണൽ ബാലൻസും ഒക്കെ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം, ഈ പ്രസൻസ് ഓഫ് മൈൻഡ് അഥവാ മനസാന്നിധ്യം എന്ന് പറയുന്നത് ഇന്നേറ്റായി കിട്ടുന്ന ഒരു എബിലിറ്റി അല്ല. ഇത് നാം ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ്. ഇത് ആർജിച്ചെടുക്കുവാൻ പല മാർഗങ്ങളുണ്ട്. ഉദാഹരണത്തിന്, നല്ല ബ്രീതിങ് എക്സസൈസിൽ കൂടി ഇത് നമുക്ക് നേടിയെടുക്കാം. കൂടാതെ നമുക്കൊരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അഥവാ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, അതിനായി നമ്മൾ കഴിവതും മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക. മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് ഡൈവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റഡായി പോകും. അതിന് പകരം നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസാന്നിധ്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂടാതെ തിങ്ക് ബിഫോർ ആക്ഷൻ, അതായത് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ എടുത്തു ചാടി പ്രതികരിക്കാതെ അതിനെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ച് നല്ല റെസ്പോൺസ്, നല്ല തീരുമാനങ്ങളെടുത്ത് റെസ്പോണ്ട് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഒരു സങ്കീർണ ഘട്ടം വരുമ്പോൾ നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. മുൻകാലങ്ങളിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചോ ഇനി വരാൻ സാധ്യതയുള്ള അനുഭവങ്ങളെക്കുറിച്ചോ ഒന്നും ആശങ്കപ്പെടാതെ ആ പ്രസൻറ്റ് സിറ്റുവേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സമചിത്തതയോടുകൂടി നല്ല തീരുമാനങ്ങളെടുത്ത് അത് പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നാം മനസാന്നിധ്യമുള്ളവരാണ്, അല്ലെങ്കിൽ നമുക്ക് ആ കഴിവ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിദ്ധി കൈവരിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ശുഭരാത്രി.